അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശ്യാമയോട് രോഹിത് പറയുന്നു, നീ എൻ്റെ കൂടെ വരണം, എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ. പലരുടെയും കെണിയിൽ ഞാൻ അകപ്പെട്ടത് പോയതാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്യാമയ്ക്ക് പശ്ചാത്താപമൊക്കെ ഉണ്ടാകും. അങ്ങനെ ശ്യാമ രോഹിത്തുമായി ചേർന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പിന്നീടാണ് നമ്മുടെ നൂറിനെയാണ് അനൂപിന് ഇഷ്ടമാണ്. അങ്ങനെ ശാലിനിയുടെ അടുത്ത് ശാരദ പറയാൻ പറയുന്നു, അനൂപിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ, അതിൻ്റെ വരായികളൊക്കെ കുറിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് നീങ്ങാൻ എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ പിന്നീട് രാഘവൻ നായരെ അമ്മയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കാണുന്നത് സത്യഭാമ അറിയിക്കുന്നു. അപ്പം വിഷ്ണു ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ സുസ്മിതയാണെങ്കിൽ വീണ്ടും അടുത്ത പണിയുമായിട്ട് ഇറങ്ങുകയാണ്. കാരണം ശാലിനിയെയും വിഷ്ണുവിനെയും വെറുതെ വിടാൻ അവർക്കൊരാഗ്രഹവുമല്ല. കാരണം രോഹിത് നേരെ തിരിഞ്ഞെന്ന് അവർക്കറിയാം. കാരണം രോഹിത് നല്ലത് പറഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അതുകൊണ്ട് രോഹിത് വീണ്ടും അവിടെ ചെന്ന് കയറിയെങ്കിലും അവൻ അതിനനുസരിച്ച് നിൽക്കും. കാരണം ഇനി ശ്യാമയായി ചേർന്ന് നല്ല രീതിയിൽ പോകാനാണ് രോഹിത്തിൻ്റെ ആഗ്രഹം. അതാണ് അടുത്ത വീക്കിലൊക്കെ അത് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് സുസ്മിതയുടെ ആൾക്കാർ ക്ലോറോഫോമും അടുപ്പിച്ച് തട്ടിക്കൊണ്ട് പോകുന്ന സീനൊക്കെ ഉണ്ട്. മഹാ എപ്പിസോഡിലാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് വരുന്ന എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.